ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഫുഡോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ ആണ്. അപ്പം എങ്ങനെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ, 2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പിടി അണ്ടിപ്പരിപ്പ്, 2 ബേ ലീഫും 2 ഏലക്കായും, അതേപോലെ തന്നെ ഒരു 4 കരിയാമ്പൂ, 2 പച്ചമുളക്, പിന്നെ സബോള ചെറുതായി ചോപ്പ് ചെയ്തതും നീളനെ ചോപ്പ് ചെയ്തതും. ഇനി ഞാൻ മാരിനേറ്റ് ചെയ്യാണ് ചിക്കൻ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂണോളം നമ്മുടെ എരിവുള്ള മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു 1/2 കഷ്ണം ചെറുനാരങ്ങയും. ഇത്രയും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും യൂസ് ചെയ്തിട്ട് ചിക്കൻ നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. മാരിനേറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഫ്രൈ ചെയ്യുന്ന പാർട്ട് ഞാനിതിൽ കാണിക്കുന്നില്ല. ജസ്റ്റ് നോർമലി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും അതേപോലെ തന്നെ 1 ടീസ്പൂൺ ബട്ടറുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിലും ബട്ടറും നല്ല പോലെ ഒന്ന് മിക്സായി വരണം. അങ്ങനെ മിക്സായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഏലക്കായും അതേപോലെ തന്നെ ഗ്രാമ്പുമാണ്. 2 ഏലക്കായും 5 ഗ്രാമ്പുമാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് വന്നു തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് സബോളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നീളനെ ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള കേട്ടോ. ഇനി സബോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ കട്ട് ചെയ്യാണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡിൽ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി, 2 തക്കാളിയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം. അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇത് ഞാൻ വീണ്ടും അതേ പാൻ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും ഞാൻ 1 ടീസ്പൂൺ ഓയിലും അതേപോലെ തന്നെ 1 ടീസ്പൂണോളം ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയുടെ ബാക്കിയുള്ള പ്രോസസ്സാണ്. അപ്പോൾ അത് ഒന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ബേ ലീഫാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബേ ലീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് പച്ചമുളകാണ്, നമ്മളിവിടെ 2 പച്ചമുളകാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി കൊത്തി അരിഞ്ഞു വെച്ച നമ്മുടെ സബോളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സബോള 2 രീതിയിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഒന്ന് നീളനെയും ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ചോപ്പ് ചെയ്തിട്ടുള്ള സബോളയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇനി ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രേവി, നേരത്തെ നമ്മൾ തയ്യാറാക്കി അരച്ച് വെച്ചിട്ടുള്ള ഗ്രേവിയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഗ്രേവി ഒന്ന് തിള വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മളിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഞാനിത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അതിനുശേഷം വീണ്ടും ഞാനൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പൊടികളുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം നമ്മുടെ പൊടികളൊക്കെ നല്ല പോലെ മൂത്ത് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെള്ളമാണ്. അപ്പം നമ്മുടെ ഗ്രേവിക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളമാണ്. അപ്പം ഞാനിവിടെ ആദ്യം 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമുക്ക് തിക്നെസ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലൊരു 1.5 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്താലാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു ഡിഷാണ് അല്ലേ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഞാനിവിടെ ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ, ഏറെക്കുറെ ഒരു 3 ടേബിൾ സ്പൂണോളം തന്നെ ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ നിങ്ങൾക്ക് ബോൺലെസ് ആയിട്ടോ ബോണോട് കൂടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ബോണോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മുടെ ഗ്രേവി ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കസൂരി മേത്തിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം കസൂരി മേത്തി അല്ലെങ്കിൽ ഒരു ചെറിയൊരു പിടി അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൈകൊണ്ട് നല്ല പോലെ ഒന്ന് പൊടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ അതിലിട്ട് കൊടുക്കുന്നത് നമ്മുടെ മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.